Hi students, welcome to Learn Easy Learn. Kerala University 4-year degree program BCom second സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ ലേൺ ഈസി ലേണിൻ്റെ വെബ് ആപ്ലിക്കേഷനായ learneasylearn.com. ഇതാണ് നമ്മുടെ വെബ് ആപ്പിൻ്റെ URL learneasylearn.com. സോ ലേൺ ഈസി ലേൺ സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. സോ നമ്മുടെ വെബ് ആപ്പ് ആയിട്ടുള്ള learneasylearn.com-ലൂടെ സെക്കൻഡ് സെമസ്റ്റർ 4-year BCom സെക്കൻഡ് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകൾ പെയ്ഡ് ക്ലാസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. സോ ഈ ക്ലാസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്, ഇതിൻ്റെ ഫീസിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി ഈ കാണുന്ന വാട്സാപ്പ് നമ്പർ, ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ. ഇതിലേക്കൊരു മെസ്സേജ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് വെബ് ആപ്പ് ലോഗിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്ലാസ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്, പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ക്വറി ഇട്ടാൽ മാത്രം മതി. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഈ പറയുന്ന സബ്ജക്റ്റ്, അതായത് ഈ പറയുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ 4-year ഡിഗ്രി സെക്കൻഡ് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫസ്റ്റ് സെമസ്റ്ററിൽ, ഈ 4-year ഡിഗ്രി ആയ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിലൊരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചു. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹയർ സെക്കൻഡറി ലെവൽ, ഒരു +1 ലെവലായിരുന്നു. അവിടെ നമ്മൾ +1 ലെവലിൽ പഠിച്ചതല്ലാതെ മറ്റൊന്നും വന്നിട്ടില്ല. അവിടെ അക്കൗണ്ടിങ്, അതിൻ്റെ ബേസിക്സ്, ഡിപ്രീസിയേഷൻ, ഫൈനൽ അക്കൗണ്ട്സ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തുടങ്ങി ഹയർ സെക്കൻഡറി ലെവലിന് പുറത്തോട്ട് പോയിട്ടേ ഇല്ല. എന്നാൽ ഈ സെക്കൻഡ് സെമസ്റ്റർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അങ്ങനല്ല. ഇവിടെ നമ്മൾ ഹയർ സെക്കൻഡറിയിൽ പരിചയമില്ലാത്ത, നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് 5 മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് എന്നാണ് പേരെങ്കിൽ പോലും ഇവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഡിസല്യൂഷനാണ്. ഡിസല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, അതിൽ തന്നെ പ്രധാനമായിട്ടും ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിളും പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ, ഈ മെത്തേഡൊക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതെല്ലാം അഡ്വാൻസ്ഡ് മെത്തേഡ്സ് ആണ്. ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിളും ഉണ്ട്, പീസ് മീൽ ഡിസ്ട്രിബ്യൂഷനും പഠിക്കാൻ വരും. ഓക്കെ, രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ പേരെന്ന് പറയുന്നത് വളരെ പുതിയൊരു കാര്യമാണ്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട്സ്. നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിൽ അങ്ങനെ കേട്ട് ശീലിച്ചിട്ടില്ല. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 2 പാർട്ടീസ് ഉണ്ട്, കൺസൈനറും കൺസൈനിയും. ഇവിടെ ഈ 2 പേരുടെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കൺസൈനറും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കൺസൈനിയും. ആ രീതിയിലാണ് ആ മൊഡ്യൂൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് ജോയിൻറ്റ് വെഞ്ചറാണ്. ഇവിടെ നമുക്ക് 4 മെത്തേഡ് പഠിക്കാനുണ്ട്. 4 മെത്തേഡിലൂടെയാണ് ജോയിൻറ്റ് വെഞ്ചർ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് വെഞ്ചറിനകത്ത് 4 മെത്തേഡ് വരും. അടുത്തത് ബ്രാഞ്ച് അക്കൗണ്ടിങ് ആണ്. ഈ കൺസൈൻമെൻറ്റിൽ കൺസൈനറുടെയും കൺസൈനിയുടെയും അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് ബ്രാഞ്ചിൻ്റെയും ഹെഡ് ഓഫീസിൻ്റെയും, ഇത് ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള അത്യാവശ്യം നല്ല വലിയൊരു മൊഡ്യൂളാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കവിടെ ബ്രാഞ്ചിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യാനുണ്ട്, ഹെഡ് ഓഫീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യാൻ വരും. ലാസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ്. അതായത് ഒരു ബിസിനസ്സിന് തന്നെ 2 ഡിപ്പാർട്ട്മെൻറ്റ് കാണും, അല്ലെങ്കിൽ 2 ടൈപ്പ് പ്രോഡക്റ്റ് എന്ന് വിചാരിച്ചോ. ഒരു എ ഡിപ്പാർട്ട്മെൻറ്റും ബി ഡിപ്പാർട്ട്മെൻറ്റും, 2 അതിൽ കൂടുതലൊക്കെ കാണും. നമ്മൾ ചെയ്യേണ്ടുന്നത് ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സെപ്പറേറ്റ് ആയിട്ടും പ്രിപ്പയർ ചെയ്യണം. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ, അതായത് ഈ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ, എന്തെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അതും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. അതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പോലെ ഇവിടെ ബേസിക്സ് അല്ല. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് ഒക്കെ ഫസ്റ്റ് സെമ്മി തീർന്നു. ബേസിക്സ് ഫസ്റ്റ് സെമ്മി കിട്ടിയിരിക്കണം. ഇനി നിങ്ങൾക്കൊരു ടീച്ചറും ഡെബിറ്റും ക്രെഡിറ്റും പഠിപ്പിക്കാൻ നിൽക്കത്തില്ല. അതെല്ലാം ഞാൻ തന്നെ നമ്മുടെ ലേൺ ഈസി ലേൺ വഴി തന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ബേസ് തൊട്ട്, ഏറ്റവും കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്നില്ല, +1 ലെവലിൽ ബേസ് തൊട്ട് മുഴുവനും പഠിപ്പിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു സെമസ്റ്ററിലും നിങ്ങൾക്ക് ബേസ് പഠിക്കാനില്ല. എല്ലാം ഇതുപോലെ വലിയ വലിയ പ്രോബ്ലംസ് ആയിരിക്കും. കൺസൈൻമെൻറ്റ് അക്കൗണ്ട്സ്, ബ്രാഞ്ച്, ജോയിൻറ്റ് വെഞ്ചർ, ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളിലോട്ട് വരും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് സെമസ്റ്റർ പോലെ അങ്ങനെ അങ്ങ് ഈസി ആയിട്ട് കാണരുത്. സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങളാണ്. ഓക്കെ, ഈ സെയിം സബ്ജക്റ്റ് 3-year ഡിഗ്രിക്കാർക്ക് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന പേരിലായിരുന്നു. ശരിക്കും ഇത് അഡ്വാൻസ്ഡ് ആണ്. ഈ ടോപ്പിക്കുകളൊന്നും ബേസിക്സ് അല്ല, ഇത് ശരിക്കും അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ 4-year ഡിഗ്രിക്കാർക്ക് അതിൻ്റെ പേര് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് മാത്രമാക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ച പോലെ കുറച്ച് ഡെബിറ്റും കുറച്ച് ക്രെഡിറ്റും അങ്ങനല്ല. ഇവിടെ നമുക്കെല്ലാം പുതിയ കാര്യങ്ങളാണ്. കുറേ പുതിയ ടേംസ് ഒക്കെ വരും. ഇപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് ഡെബിറ്റും ക്രെഡിറ്റും മാത്രം പോരടോ. അവിടെ ഇപ്പോൾ കൺസൈനർ ആരാണ്, കൺസൈനി ആരാണ്, ഡെൽക്രീഡറി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവർ റൈഡിങ് കമ്മീഷൻ എന്താണ്, ഇങ്ങനെ പുതിയ വാക്കുകളൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 5 മൊഡ്യൂളും നമുക്ക് ലേൺ ഈസി ലേണിൻ്റെ വെബ് ആപ്പ് വഴി അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ഡയറക്റ്റായിട്ട് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ കൂടിയും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ, ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ
കൃത്യമായിട്ട് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ തന്നെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. എന്നിരുന്നാൽ പോലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടോ ഫീസിൻ്റെ കാര്യത്തിലോ പേയ്മെൻറ്റോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ക്ലാസ് ജോയിൻ ആവേണ്ടത്. ഓക്കെ, സോ ഈ 5 മൊഡ്യൂളും വിശദമായിട്ട് തന്നെ തിയറിയും പ്രോബ്ലം എല്ലാം ചേർത്ത് വിശദമായിട്ട് തന്നെ ഈ 5 മൊഡ്യൂൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ 4 ഇയർ ഡിഗ്രി സെക്കൻഡ് സെമസ്റ്ററിൽ ഈ പറയുന്ന കുറച്ച് അഡ്വാൻസ് ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇടുക. ദെൻ ഇനി ഇത് വെബ് ആപ്പാണ്, നമ്മുടെ വെബ് ആപ്പ് വഴിയായിരിക്കും ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി നമ്പർ കാണിക്കുവാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ പേയ്മെൻറ്റോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി, കൃത്യമായിട്ട് സഹായിക്കും. ഓക്കെ.